നമസ്കാരം, ഞാൻ നിമ്മി ഉല്ലാസ്, യോഗ ഇൻസ്ട്രക്ടർ. വയറിൻ്റെ ആരോഗ്യം നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ വയറിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരല്ല. കാരണം എന്താണ്? നമ്മൾ എന്ത് കഴിക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഗട്ട് ഹെൽത്ത്, വയറിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ഗട്ട് ഹെൽത്ത്. ഈ ഗട്ട് ഹെൽത്ത് പുവർ ആയിട്ടുള്ള ആളുകളിൽ അവരുടെ ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. അവരുടെ ബൗൾ മൂവ്മെൻറ്റ് വീക്കായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഡൈജസ്റ്റീവ് ഡിസോർഡറുകൾ ഒരുപാടുണ്ടായിരിക്കാം. ഗ്യാസ്, അസിഡിറ്റി അതുപോലുള്ള പ്രോബ്ലംസ് അവർക്കുണ്ടായിരിക്കും. യോഗയിൽ അവർക്ക് അതിനുവേണ്ടി പറയുന്ന 2 ആസനയാണുള്ളത്. ഒന്ന് വജ്രാസന, 2 മണ്ഡൂകാസന. നമുക്ക് എങ്ങനെയാണ് വജ്രാസനയും മണ്ഡൂകാസനയും ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് വജ്രാസന ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ടേബിൾ ടോപ്പ് പൊസിഷനിലേക്ക് വരിക. നമ്മുടെ ബോഡി ഒരു ടേബിൾ പോലെ ആയിരിക്കണം. അതിനുശേഷം സ്ലോലി നമ്മുടെ കാലിലേക്ക് ഇരിക്കാം. കാലിലേക്ക് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ടോസ് ചേർത്ത് വെക്കണം. ബിഗ് ടോസ് ചേർത്ത് വെക്കുക. ഹീൽസ് അകത്തി വെക്കുക. 2 ഹീൽസിനും നടുവിലായിട്ട് വേണം നമ്മൾ ഇരിക്കാൻ. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് ഓപ്പൺ ചെയ്തിരിക്കുക. ഈ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് നോർമൽ ബ്രീത്തിങ് ചെയ്യാം. ഇതാണ് ഫൈനൽ വജ്രാസന പൊസിഷൻ. പക്ഷേ ഈ പൊസിഷനിൽ ഇരിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതായത് ആംഗിൾ പെയിൻ ഉള്ളവർ കാലിന് താഴെ, ഈ ആംഗിളിന് താഴെ ഒരു ബ്ലാങ്കറ്റ് റോൾ ചെയ്ത് വെച്ച് ഇരിക്കാവുന്നതാണ്. അതേപോലെ നീ പെയിൻ ഉള്ളവർക്കും ഈ പൊസിഷൻ ചെയ്യാൻ കുറച്ച് ഹാർഡായിരിക്കും. അങ്ങനെയുള്ളവർ നമ്മുടെ ഹിപ്പിന് താഴെ പില്ലോയോ കുഷ്യനോ വെച്ചുകൊണ്ട് നമ്മുടെ ഹിപ്പിനെ എലിവേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാവുന്നതാണ്. ഈ പൊസിഷനിൽ ഒരു 10 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ, 10 മിനിറ്റെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡൈജഷൻ ഫാസ്റ്റായിട്ട് നടക്കും. ഇത് റെഗുലറായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഡൈജസ്റ്റീവ് ഡിസോർഡറുകളും മാറുന്നതാണ്. അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് മണ്ഡൂകാസന. അതിനായി വീണ്ടും നമ്മൾ വജ്രാസനത്തിലിരിക്കുന്നു. വജ്രാസനത്തിലിരുന്നതിന് ശേഷം നമ്മുടെ കൈകൾ രണ്ടും മുഷ്ടി ചുരുട്ടി പിടിക്കുക. തമ്പ് ഉള്ളിൽ വെച്ച് മുഷ്ടി ചുരുട്ടി പിടിക്കുക. അതിനുശേഷം നമ്മുടെ നാഭിയുടെ മുകളിൽ, പൊക്കിളിന് മുകളിലായിട്ട് വെക്കുന്നു. ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മുകളിലുള്ള ഫിംഗർ പൊക്കിളിന് മുകളിലും ബാക്കി എല്ലാ ഫിംഗേഴ്സും പൊക്കിളിന് താഴെയായിട്ട് വേണം വരാൻ. അതിനുശേഷം ഒരു നല്ല പ്രസ് കൊടുക്കുക. നമ്മുടെ വയറിലേക്ക് നല്ലൊരു പ്രസ് കൊടുക്കുന്നു. അതിനുശേഷം ഇൻഹെയിൽ ചെയ്തുകൊണ്ട്, നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ഓപ്പൺ ചെയ്യണം. ചെസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നു. അതിനുശേഷം എക്സേൽ ചെയ്തുകൊണ്ട് വളരെ സ്ലോലി ഈ കൈ വളരെ അമർത്തി പിടിക്കുക. വയറിന് മുകളിൽ വളരെ സ്ലോലി താഴേക്ക് ബെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങളുടെ ഹെഡ് തറയിൽ ടച്ച് ചെയ്യാം. ഇങ്ങനെ ചെയ്യാൻ ബിഗിനർ സ്റ്റേജിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? നമ്മുടെ ഹെഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പില്ലോ താഴെ വയ്ക്കുന്നു. അതിന് മുകളിലായി ഹെഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് മണ്ഡൂകാസന. ഞാൻ ഒന്നും കൂടെ കാണിക്കാം. ആദ്യം ഇൻഹെയിൽ ചെയ്യുന്നു, ചെസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു, കൈ നന്നായി പ്രസ് ചെയ്യുക. അതിനുശേഷം എക്സേൽ ചെയ്തുകൊണ്ട് തറയിലേക്ക് ഹെഡ് ക്ലോസ് ചെയ്യുന്നു, ടച്ച് ചെയ്യുന്നു. ഈ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാം. നോർമലി ബ്രീത്ത് ചെയ്യുക. ഇൻഹേൽ, എക്സേൽ. ഇനി ഇൻഹേൽ ചെയ്തുകൊണ്ട് ഉയർന്നു വരാം. ഈ മണ്ഡൂകാസനയും നിങ്ങളൊരു 10 to 15 റൗണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഇത് രണ്ടും, ഈ വജ്രാസനയും മണ്ഡൂകാസനയും നിങ്ങൾ റെഗുലറായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡൈജഷൻ ഫാസ്റ്റ് ആക്കുന്നു. ഒരു സ്ട്രോങ് ആയിട്ടുള്ള കോർ സ്ട്രെങ്ത്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗട്ട് ഹെൽത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിലിത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക. ഇതുപോലുള്ള ഹെൽത്തി ടിപ്സും യോഗാസനയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.